പട്ടായയിലാണോ? പട്ടായയിലാണോ? ആ പപ്പുവിടെ പട്ടായയിലാണോ? ഇപ്പോ പപ്പു എവിടെ പോയി? പട്ടായയിലാണോ? ശശികല വിഷകല എന്ന് വിളിച്ചപ്പോൾ തന്നെ പോലെ അമ്പലം വിഴുങ്ങികള്, ഈ രാമന്റെ പേര്, ശ്രീരാമന്റെ പേര് കട്ടവൻ, ദൈവത്തിന്റെ പേര് കട്ടവൻ, ദൈവത്തിന്റെ പണം കൊള്ളയടിച്ചവനാണോ തന്റെ പാർട്ടി, തന്റെ സംവിധാനം? ഈ രാജ്യത്തെ ഹിന്ദുവിന്റെ പേര് പറഞ്ഞ്, രാമന്റെ പേര് പറഞ്ഞ് കൊള്ളയെടുത്ത കാട്ട് കൊള്ളക്കാർ ഹിന്ദുവിന്റെ ശത്രുക്കൾ, രാമന്റെ ശത്രുക്കൾ. ഇതിനകത്ത് ഇനി ട്രസ്റ്റിലെ ആളുകൾക്ക് പങ്കുണ്ടോ, അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ആൾക്കാർക്ക് പങ്കുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ അന്വേഷണം നടക്കണം എന്നാണ് ഞങ്ങൾ ദേശീയ അധ്യക്ഷൻ പറയുന്നത്. ഇന്റർനാഷണൽ അധ്യക്ഷൻ പറയുന്നത് ഉപാധ്യക്ഷൻ ചമ്പത്രായി ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് പോയി അവിടെ അക്കോമഡേഷൻ കൊടുക്കുമെന്നാണ് അറിയാൻ. ഏതെങ്കിലും തരത്തിൽ അത് തള്ളിപ്പറയാൻ VHP തയ്യാറല്ല, സംഘപരിവാർ തയ്യാറല്ല, മാത്രമല്ല ചേർത്ത് പിടിക്കുന്ന സന്ദേശം പുറത്തേക്ക് നൽകുകയാണ്. ഈ അറിവാബു, നമ്മൾ ഇപ്പൊ ശബരിമല കൊള്ളയിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 15 ചർച്ചകളെങ്കിലും വിധേയം കൊണ്ടിരുന്നതാണ്. ഏതാനും കുറച്ച് ജീവനക്കാരുടെ പണിയാണെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞ എന്താണ്? താങ്കൾ മാത്രമല്ല, ഞാനും അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല, ഉന്നത പിന്തുണ ഉണ്ടെന്നുള്ളതല്ലേ ശബരിമലയിൽ. അങ്ങനെ എന്നാൽ അയോധ്യയിലേക്ക് വരുമ്പോൾ ഏതോ ഒരു ഡ്രൈവർ 8 പേരും ചേർന്ന് നടത്തിയ കൊള്ള, അങ്ങനെ പറയാൻ പറ്റുമോ? ഇവിടെ SIT വന്നിരിക്കുന്ന വാർത്തകൾ നമുക്ക് പുറത്തു വന്ന വാർത്തകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പണം എണ്ണുന്ന ആളുകൾ, അത് ഔട്ട്സോഴ്സ് ചെയ്ത SBIയുടെ ജീവനക്കാർ, ഇവർ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു നെക്സസിൽ നിന്നാണ് ഈ പണം കൊണ്ടുപോകാൻ സാഹചര്യം ഒരുക്കിയത് എന്നുള്ളതാണ്. സംശയമൊന്നുമില്ലല്ലേ? സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചമ്പത്രായിയെ പോലുള്ള ആളുകൾ രാജിവെച്ചത്, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന ആ അടിസ്ഥാനത്തിലാണ് ചമ്പത്രായിയെ പോലുള്ള ആൾക്കാർ രാജിവെച്ചത്. പിന്നെ ഇതൊരു ട്രസ്റ്റാണ്, അത് വിശ്വഹിന്ദു പരിഷത്ത് നടത്തുന്ന ക്ഷേത്രമല്ല. വിശ്വഹിന്ദു പരിഷത്ത് വേറൊരു സംഘടനയാണ്, ഇത് സർക്കാർ രൂപീകരിച്ചൊരു ട്രസ്റ്റാണ്. എന്നാ പിന്നെ പേടിക്കണ്ട. SIT ഈ പറയുന്ന ചമ്പത്രായി അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്നലെ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ഇന്നലെ ചോദ്യം ചെയ്തു എന്നാണ് വാർത്ത വരുന്നത്. അപ്പോൾ SITക്ക് പുറത്ത് നമ്മുടെ മുമ്പിൽ ചമ്പത്രായിക്കെതിരെ തിരിയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ട്രസ്റ്റിലെ ഏതെങ്കിലും അംഗങ്ങൾക്കെതിരെ കുറ്റവാളിയാണെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ ഇല്ല. അങ്ങനെ സംശയിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനെ ഒരു പ്രതികരണം ഒന്ന് കേൾപ്പിക്കാം. അല്ല ഞാന് मामला राम जन्मभूमि से संबंधित है, इसीलिए राम जन्मभूमि थाने आए। राम जन्मभूमि पर जो चढ़ावा आता है प्रतिदिन करोड़ों का, अभी तो एक सामने आया कि 7.5 करोड़ रुपए चोरी किया इन लोगों ने। नहीं करेंगे। വിശ്വാസമില്ലെന്നും SIT ഉന്നതരെ രക്ഷിക്കാൻ ഉണ്ടാക്കിയതാണെന്നും ചാറോം ചോർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ചമ്പത്രായി ചോർ, അനിൽ മിശ്ര ചോർ, ഗോപാൽ റാവു ചോർ എന്നതിന്റെ അർത്ഥം അങ്ങേക്ക് അറിയാലോ. കള്ളൻ എന്ന് പച്ചയ്ക്ക് പറയുന്നത് ഏതെങ്കിലും റിജിൽ മാക്കുരിയുടെ പാർട്ടിക്കാരനോ ഏതെങ്കിലും സമാജ്വാദി പാർട്ടിക്കാരനോ അല്ല. സന്തോഷ് ദുബെ ബാബറി മസ്ജിദ് പൊളിക്കാൻ പോയ കൂട്ടത്തിലെ കർസേവകനാണ്. ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം, എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയത്? ചമ്പത്രായി ഒരു കള്ളനാണെന്ന് പറയുന്നത് ഒരു കർസേവകൻ RS തന്നെയാണ് ബാബു. അതുകൊണ്ട് ചമ്പത്രായെ സംശയിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിനകത്ത് ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്ന് VHP പ്രഖ്യാപിച്ചാൽ എങ്ങനെ ശരിയാവും? അപ്പൊ എന്തോ താല്പര്യം VHPക്ക് ഉണ്ടെന്നല്ലേ? തെളിയിക്കപ്പെട്ട സത്യം നിങ്ങൾക്കറിയാം. കർസേവകര് എന്ന് പറഞ്ഞു പോയവര് എല്ലാവരും RSSകാരല്ല, ശിവസേനക്കാരുണ്ടായിരുന്നില്ലേ കർസേവകരിൽ? ശിവസേന പറയുന്നത് അവരാണ് പള്ളി പൊളിച്ചതെന്നാണ്. ഇല്ലേ? അവരുടെ അവകാശവാദം തന്നെ വാൽത്താക്കരയുള്ള സമയത്താണത്. അവരുടെ അവകാശവാദം തന്നെ അവരാണ് പള്ളി പൊളിച്ചതെന്നാണ്. RSSകാരൊക്കെ വെറുതെ ഷോ കാണിക്കാൻ വന്നവരാണ്, അവരൊന്നും ചെയ്തില്ല, ഞങ്ങളാണ് പള്ളി പൊളിച്ചതെന്നാണ്. അപ്പോൾ ഈ സന്തോഷ് ദുബെ ആരാണ് എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് പോയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് CBI സമീപിക്കണം, CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ ED അന്വേഷിക്കണം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വരണം. ആ ഏത് അന്വേഷണവും നടക്കണം, മുഴുവൻ സത്യവും വെളിച്ചത്ത് വരണം എന്നുള്ളത് മറ്റാരേക്കാളും ഞങ്ങൾക്ക് ഒരു നിർബന്ധം ഉണ്ടെന്നേ. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല. കാരണം കാശ്മീർ രാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു കോടാനുകോടി ഹിന്ദുക്കളുടെ വിശ്വാസം മാത്രമല്ല, അതൊരു വികാരം കൂടിയാണ്. ആ ഒരു വൈകാരികതയുടെ തലത്തിലാണ് ആ ക്ഷേത്രം ഉയർന്നു വന്നിട്ടുള്ളത്. തീർച്ചയായും ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു ചെറിയ ആരോപണം പോലും ഞങ്ങൾക്ക് താങ്ങാനാവുന്നതല്ല. ആദ്യം ഒരു അല്പാസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഇവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാവുന്നു. ആ ട്രസ്റ്റിന്റെ മൂക്കിന്റെ കീഴിൽ താങ്കൾ ഈ പറയുന്ന കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വികാരമായ ഹൈന്ദവ ക്ഷേത്ര ഒരു രാമക്ഷേത്രത്തിൽ മാരാ കൊള്ള നടക്കുന്നു. ട്രസ്റ്റിന് ഉത്തരവാദിത്തമുണ്ട് ബാബു. അതൊരു വാക്കുകൾ ഉപയോഗിച്ച് ഇപ്പോൾ കാശ്മീരുടെ ഇൻട്രോയിലേക്കാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഇത് ഈ കേസുമായി ബന്ധമില്ല, നിരപരാധികളാണ്, അവരെ മുറിവേൽപ്പിക്കാതിരിക്കുക എന്നുള്ളതൊരു പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപാവം. എന്നാൽ ചമ്പൽ റായി സമ്പത്ത് റായി ആയി എന്നുള്ളതാണ്. അപ്പോൾ സംഘപരിവാറും RSSകാർക്കും സമ്പത്ത് റായി ആകാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അയോധ്യ എന്നുള്ളത് വളരെ കൃത്യമായി ഇപ്പോൾ ജനത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഈ രാജ്യത്തെ ഹിന്ദുമത വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാമന്റെ ആളുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരു ആരാധനാലയം തല്ലി തകർത്തുകൊണ്ട് അവിടെ ക്ഷേത്രം പണിയാൻ, പ്രത്യേകിച്ച് BJPയുടെ രാഷ്ട്രീയപരമായ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്ന രാമക്ഷേത്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അധികാര കുത്ത കൊണ്ട് രാമന്റെ പേര് കൊള്ള അടിക്കുന്ന കൊള്ള സംഘമായി ഈ RSSും സംഘപരിവാറും വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയൊക്കെ മാറുകയാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാണ്. ശശികലയും വിഷകലയും ഇതുപോലെ കുമ്മനാജികളും തില്ലങ്കേരിമാരൊക്കെ വാടെടുത്ത് വെളിച്ചപ്പാടെടുത്ത് തുള്ളുന്ന നാട്ടിലാണ് ഈ പറയുന്ന ആളുകളുടെ മൂത്താപ്പമാരായ ആള് ഈ ചമ്പൽ റായി എന്ന് പറയുന്നത് ആഗോള വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാവ് എന്ന് പറയുന്ന ആള് ഡ്രൈവറെ ഉൾപ്പെടെ അവിടെയുള്ള ആളുകളെ വെച്ച് ഈ പറയുന്ന കോടികൾ 250 കോടിയോളം രൂപ അടിച്ചു മാറ്റി എന്ന് പറയുന്നു.
അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണ്. നിങ്ങളുടെ രാഷ്ട്രീയ ആയുധത്തിന് വേണ്ടി ഇവർ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ കമ്പോളത്തിൽ വിറ്റത് ഇപ്പൊ വിൽക്കുകയാണ്, കോടികൾ കൊയ്യാണ്. എന്നിട്ട് ഈ രാജ്യത്തെ വിശ്വഗുരുവിന് മിണ്ടാട്ടമില്ല. എന്തേ വിശ്വഗുരു മിണ്ടാത്തത്? എവിടെ പോയി? പ്രധാനമന്ത്രിയുടെ ഓഫീസല്ലേ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ ഓഫീസല്ലേ ഇത് നിയമിച്ചത്? എന്തേ അയാളുടെ വായിൽ എന്താ അമ്പഴങ്ങ ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് മിണ്ടാതിരിക്കുന്നത്? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഈ രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മിണ്ടുന്ന ആള് അയോധ്യയിലെ കൊള്ളക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഈ രാജ്യം ഭരിക്കുന്ന BJP നേതാക്കന്മാർക്ക്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന സംഘപരിവാർ നേതാക്കന്മാർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് മാത്രമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കേരളത്തിലുണ്ട് ശ്രീ ഒരുപാട് RSS സംഘപരിവാറും ഈ പറയുന്ന ബാബു ഉൾപ്പെടെ നേതൃത്വം ഒരുപാട് അമ്പലങ്ങൾ, അതിനകത്ത് തീവെട്ടിക്കൊള്ളയാണ്. ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആര് പറഞ്ഞു? പക്ഷെ ഇതൊക്കെ പ്രാണപ്രതിഷ്ഠയുടെ തൊട്ട് പിറ്റേന്നാൾ മുതൽ അടിച്ചു മാറ്റാൻ തുടങ്ങിയതാണെങ്കിൽ ഇതാരും കൊടും സുരക്ഷയുള്ള ആ ക്ഷേത്രത്തിൽ ആരും അറിയുന്നില്ല. 8 പേർ അവർക്ക് തോന്നിയ മര്യാദകൾ തമ്മാടിത്തം കാണിക്കുന്നു. ആരും അറിയില്ലെന്ന് എങ്ങനെ വിശ്വസിക്കാനാണ് ശ്രീ ബാബു? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഉണ്ടല്ലോ, ആ സാധ്യതകൾ തുറന്നു കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾക്ക് എന്തും ആരോപിക്കാം. അവിടെ 24 കിലോ വെള്ളിക്കട്ടി ഉണ്ടായിരുന്നു, 60 കിലോ സ്വർണ്ണക്കട്ടി ഉണ്ടായിരുന്നു, രത്നം ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുറത്തു വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അവിടെ സമർപ്പിച്ച ഈ ദ്രവ്യങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഈ എണ്ണുന്ന സ്ഥലത്തെ പണം അടിച്ചു കൊണ്ടുപോകുന്ന സംവിധാനമാണ് അവിടെ ഉണ്ടായത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ആ രീതിയിൽ മാൽ പ്രാക്ടീസ് ആണ് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അങ്ങനെയല്ല, നിങ്ങൾ പറയുന്ന പോലെയാണ്, ഈ പറയുന്ന ആരോപണങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണത്തിൽ തെളിയട്ടെ, കുറ്റക്കാരെ ശിക്ഷിക്കട്ടെ, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഇവിടെ 3 പേരും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ രാഷ്ട്രീയമായ ആരോപണങ്ങളാണ്. ഈ വിഷയത്തോടുള്ള അവരുടെ പ്രതികരണത്തെക്കാൾ അവർ RSSനെയും സംഘപരിവാർ സംഘടനകളെയും ഒക്കെ ചീത്ത പറയാനായിട്ട് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു എന്നല്ലാതെ വേറെന്താ ഇതിനകത്ത് പറയാൻ സാധിക്കുക? പക്ഷെ എനിക്ക് അതാ നിന്റെ വിഷമം. ക്ഷേത്രം ഭരിക്കേണ്ടത് വിശ്വാസികളായിരിക്കണം, സർക്കാരല്ല. ഒരു മതേതര സർക്കാർ ക്ഷേത്രം ഭരിക്കാൻ പാടില്ല. അതൊരു ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഒരു അഭിപ്രായം നടത്തുന്നത്. ക്ഷേത്രഭരണം വിശ്വാസികൾ നടത്തണം എന്നുള്ളത് ഞങ്ങളുടെ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ അഭിപ്രായമാണ്. പക്ഷേ നടത്തിയ സ്ഥലത്ത് ചിലത് പരാജയപ്പെട്ടു പോയി. അപ്പൊ ആ പരാജയത്തിന്റെ കാരണമാണ് അന്വേഷിക്കേണ്ടത്, മറിച്ച് പ്രിൻസിപ്പിൾ തിരുത്തുകയല്ല വേണ്ടത്. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. ഇവിടെ റിജിൽ മാക്കുറ്റി ഒരുപാട് കള്ളന്മാർ, കൊള്ളക്കാരെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് വേറൊന്നും പറയാനില്ല ആ കാര്യത്തിൽ. കാരണം കള്ളന്മാര്, കൊള്ളക്കാര് എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ ഒരു ഫാമിലിയെ കുറ്റപ്പെടുക. ആ ഫാമിലി മുഴുവൻ ഇപ്പോ ജാമ്യത്തിൽ നിൽക്കുകയാണ്. അത് ഈ റിജിൽ മാക്കുറ്റിയുടെ ഏറ്റവും ആരാധ്യരായ നെഹ്റു ഫാമിലിയാണ്. എല്ലാവരും ജാമ്യത്തിലാ. സോണിയാഗാന്ധി ജാമ്യത്തിൽ. എന്തിനാ? കളവ് നടത്തിയതിന്റെ, തട്ടിപ്പ് നടത്തിയതിന്റെ പേരില, തട്ടിപ്പിന്റെ പേരിലാണ്. കോടിക്കണക്കിന് രൂപയുടെ നാഷണൽ ഹെറാൾഡ് കേസിൽ ഉളുപ്പുണ്ടോ? രാമന്റെ പേര് കട്ട് മുടിച്ചിട്ട് ഉളുപ്പില്ലാണ്ട് കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയുടെ ഇൻകം ടാക്സ് അന്വേഷിച്ചിട്ട് താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി പട്ടായയിലാണോ? ആ പപ്പുവിടെ പട്ടായയിലാണോ? ഇപ്പോ പപ്പു എവിടെ പോയി? പട്ടായയിലാണോ? ശശികല വിഷകല എന്ന് വിളിച്ചപ്പോൾ തന്നെ പോലെയുള്ള അമ്പലം വിഴുങ്ങികള്, ഈ രാമന്റെ പേര്, ശ്രീരാമന്റെ പേര് കട്ടവൻ, ദൈവത്തിന്റെ പേര് കട്ടവൻ, ദൈവത്തിന്റെ പണം കൊള്ളയടിച്ചവനാണോ തന്റെ പാർട്ടി, തന്റെ സംവിധാനം? ഈ രാജ്യത്തെ ഹിന്ദുവിന്റെ പേര് പറഞ്ഞ്, രാമന്റെ പേര് പറഞ്ഞ് കാട്ട് കൊള്ളക്കാർ, ഹിന്ദുവിന്റെ ശത്രുക്കൾ, രാമന്റെ ശത്രുക്കൾ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഉളുപ്പുണ്ടോ? രാമന്റെ പേര് അമ്പലത്തിൽ പാവപ്പെട്ട ഭക്തജനങ്ങൾ കൊടുത്ത പണം കൈയിട്ട് വാരി നക്കിത്തുന്ന നാണം കെട്ടവരല്ലോ നിങ്ങളെ ആളുകൾ. ശശികല വിഷയലാന്ന് വിളിച്ചു, അതുകൊണ്ടാണ് രാഹുൽ ഞാൻ പേര് ഉപയോഗിച്ചതെന്ന് പറയുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ല മങ്കുറ്റി, ഓക്കെ. പക്ഷേ അറിവ് താങ്കൾ ഇടയ്ക്ക് പറഞ്ഞ താങ്കൾ ശശികല വിഷയലാന്ന് വിളിച്ചു. അപ്പൊ അത് കാരണം ഇപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞു വിട്ടേക്ക്. അപ്പൊ അതിനൊരു തീരുമാനമായി.